ഹായ് ആൻഡ് വെൽക്കം ടു ജലൻ PSC. സോ അങ്ങനെ മൂന്നാമത്തെ തവണയും മോദി ഗവൺമെന്റ് അധികാരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ആഴ്ച സത്യപ്രതിജ്ഞ നടന്നിട്ടുണ്ട്. സോ നമുക്ക് PSC പോയിന്റ് ഓഫ് വ്യൂവിൽ പ്രധാനപ്പെട്ട മന്ത്രിമാര്, കേന്ദ്രമന്ത്രിമാര്, അവരുടെ വകുപ്പുകളും കറണ്ട് അഫയേഴ്സ് എന്ന രീതിയിൽ ചോദ്യം വരാൻ സാധ്യതയുള്ളതാണ്. നമ്മുടെ LDC മുതൽ അങ്ങോട്ടുള്ള എല്ലാ എക്സാംസിനും ഈ ഒരു മേഖലയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. സോ നമുക്ക് പ്രധാനപ്പെട്ട മന്ത്രിമാര്, നമ്മുടെ മലയാളികളായ രണ്ടുപേരുൾപ്പെടെ പ്രധാനപ്പെട്ട മന്ത്രിമാരും അവരുടെ വകുപ്പുകളും ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. സോ ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഓക്കെ, സോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ആദ്യം തന്നെ നമുക്കറിയാം പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സോ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വകുപ്പുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. പേഴ്സണൽ, പൊതുപരാതി പരിഹാരം, അതുപോലെ പെൻഷൻ, ആണവോർജം, ബഹിരാകാശം, സുപ്രധാന നയവിഷയങ്ങൾ, മറ്റു മന്ത്രിമാർക്ക് നൽകിയിട്ടില്ലാത്ത മുഴുവൻ വകുപ്പുകളും. അതായത് പോർട്ട്ഫോളിയോയിൽ മറ്റു മന്ത്രിമാർക്ക് ഇതുവരെ കൊടുത്തിട്ടില്ലാത്ത വകുപ്പുകൾ ഏതെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അതും നമ്മുടെ പ്രധാനമന്ത്രിയുടെ കയ്യിലാണ്. ഓക്കെ, സോ അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വകുപ്പുകൾ ഓർത്ത് വെക്കുക. ആണവോർജം, അതുപോലെ ബഹിരാകാശം, പിന്നെ സുപ്രധാന നയതന്ത്രങ്ങൾ, നമ്മുടെ പൊളിറ്റിക്കൽ അഫയേഴ്സ്, ഫോറിൻ അഫയേഴ്സ്, എല്ലാ കാര്യങ്ങളിലും ആരാണ്? നമ്മുടെ പ്രധാനമന്ത്രി തന്നെയാണ് ആ വകുപ്പുകളൊക്കെ തന്നെ കൈകാര്യം ചെയ്യുന്നതെന്ന് ഓർത്തു വെക്കുക. ഓക്കെ, സോ നരേന്ദ്രമോദിയുടെ വകുപ്പുകളാണ് ഇതെല്ലാം. അടുത്തത് ക്യാബിനറ്റ് മന്ത്രിമാരാണ്. സോ നമുക്കറിയാം നമ്മുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ പ്രധാനമന്ത്രിക്ക് ശേഷം വരുന്നത് ക്യാബിനറ്റ് മന്ത്രിമാരാണ്. ഓക്കെ, ക്യാബിനറ്റ് മന്ത്രിമാർക്കായിരിക്കും പ്രധാനപ്പെട്ട വകുപ്പുകളെല്ലാം വരുന്നത്. അതിനുശേഷം വരുന്നതാണ് ഇൻഡിപെൻഡന്റ് ചാർജസ് ഉള്ള സഹമന്ത്രിമാര്. ഈ ക്യാബിനറ്റ് മന്ത്രിമാർക്കും പ്രധാനമന്ത്രിക്കും ഇല്ലാത്ത വകുപ്പുകൾ ഏതൊക്കെയാണോ അത് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് ഈ പറയുന്ന ഇൻഡിപെൻഡന്റ് ചാർജസ് ഉള്ള സഹമന്ത്രിമാർക്കായിരിക്കും. അതിനും താഴെ വരുന്നതാണ് സഹമന്ത്രിമാര് ക്യാബിനറ്റ് മന്ത്രിമാരെ അവരുടെ വകുപ്പുകളിൽ സഹായിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇവരെല്ലാവരും ചേർന്ന്, അതുകൂടാതെ ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സും ഉണ്ടായിരിക്കും. ഇവരെല്ലാവരും ചേരുന്നതായിരിക്കും നമ്മുടെ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത്. സോ ഈ ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിൽ സുരേഷ് ഗോപി ഉൾപ്പെടെ സഹമന്ത്രിമാരും കൂടി വന്നതുകൊണ്ട് തന്നെ നമുക്ക് സഹമന്ത്രിമാരെ കുറിച്ചും പഠിക്കേണ്ടതായിട്ടുണ്ട്. സോ എല്ലാവരുടെയും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മന്ത്രിമാരും വകുപ്പുകളും നമ്മൾ പഠിച്ചു വെക്കുക. ബാക്കിയുള്ളവരെ ഒന്ന് അറിഞ്ഞു വെക്കുക. ഓപ്ഷനിൽ നിന്ന് നമുക്ക് ആൻസർ എടുക്കാൻ പറ്റുന്ന രീതിയിൽ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, സോ നമുക്ക് ക്യാബിനറ്റ് മന്ത്രിമാർ ആരൊക്കെയാന്ന് നോക്കാം. 31 ക്യാബിനറ്റ് മന്ത്രിമാരാണുള്ളത്. അവരും അവരുടെ വകുപ്പുകൾ ഏതാണെന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യം വരുന്നത് രാജ്നാഥ് സിംഗ് ആണ്. ഓക്കെ, രാജ്നാഥ് സിംഗ് എന്ന് പറയുന്നത് പ്രതിരോധ വകുപ്പാണ്. ഓക്കെ, ഡിഫൻസ്, പ്രതിരോധ വകുപ്പ് രാജ്നാഥ് സിംഗിനാണ്. അതുപോലെ അമിത് ഷാ, ആഭ്യന്തര സഹകരണം വകുപ്പ് അമിത് ഷായുടെ കയ്യിലാണ്. ഓക്കെ, രാജ്നാഥ് സിംഗ് നമ്മുടെ പ്രതിരോധ വകുപ്പും അമിത് ഷാ ആഭ്യന്തരവും അതുപോലെ സഹകരണ വകുപ്പും. സോ ഈ രണ്ടുപേരും ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാവുന്നതാണ്. ഓക്കെ, സോ കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അടുത്തത് നിതിൻ ഗഡ്കരി. ഓക്കെ, റോഡ് ഗതാഗതം ഹൈവേ വകുപ്പുകൾ ആരുടെയാണ്? നിതിൻ ഗഡ്കരിയുടെയാണ്. അടുത്തത് ആരാണ്? JP നഡ്ഡ. ഓക്കെ, JP നഡ്ഡയുടെ ആയതാണ് ആരോഗ്യം, കുടുംബക്ഷേമം, രാസവളം. ഈ വകുപ്പുകളൊക്കെ JP നഡ്ഡയും. നിതിൻ ഗഡ്കരി റോഡ് ഗതാഗതം ഹൈവേ ട്രാൻസ്പോർട്ടേഷനുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പുകൾ വരുന്നത് നിതിൻ ഗഡ്കരി ആണെന്നും ഓർത്തു വെക്കുക. ഓക്കെ, അടുത്തത് ആരാണ്? ശിവരാജ് സിംഗ് ചൗഹാൻ. ഓക്കെ, ശിവരാജ് സിംഗ് ചൗഹാൻ, അദ്ദേഹം കൃഷി, കർഷകക്ഷേമം, ഗ്രാമവികസനം. ഓക്കെ, കൃഷി, കർഷകക്ഷേമം, ഗ്രാമവികസനം വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് ശിവരാജ് സിംഗ് ചൗഹാൻ ആണെന്ന് ഓർത്തു വെക്കുക. അതുപോലെ നിർമ്മല സീതാരാമൻ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ ആണ്. ഈ തവണയും ധനകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് നിർമ്മല സീതാരാമനാണ്. ഓക്കെ, സോ ധനകാര്യം, കോർപ്പറേറ്റ് കാര്യം, ഇതെല്ലാം നിർമ്മല സീതാരാമനാണ്. ഓക്കെ, ഡിഫൻസ്, അതുപോലത്തെ പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ കൃത്യമായിട്ട് ഓർത്തു വെക്കണം. സോ നിർമ്മല സീതാരാമന്റെ വകുപ്പും ഓർത്തു വെക്കുക. ധനകാര്യം, കോർപ്പറേറ്റ് കാര്യം എല്ലാം നിർമ്മല സീതാരാമന്റെ വകുപ്പുകളാണ്. അടുത്തത് എസ് ജയശങ്കർ പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ളതാണ്. സോ ഈ ഒരു ഗവൺമെന്റിലും എസ് ജയശങ്കർ കൈകാര്യം ചെയ്യുന്നത് വിദേശകാര്യമാണ്. ഓക്കെ, ഫോറിൻ അഫയേഴ്സ്, വിദേശകാര്യം കൈകാര്യം ചെയ്യുന്നത് എസ് ജയശങ്കർ ആണ്. സോ അതുകൊണ്ട് തന്നെ ഓർത്തു വെക്കുക, പ്രീവിയസ്ലി ചോദിച്ചിട്ടുള്ള രണ്ടുപേരാണ് നിർമ്മല സീതാരാമനും അതുപോലെ എസ് ജയശങ്കറും. ഇത്തവണത്തെ ഗവൺമെന്റിലും ഇവർ തന്നെയാണ് ഈ രണ്ട് വകുപ്പുകളും കൈകാര്യം ചെയ്യുന്നതെന്ന് ഓർത്തു വെക്കുക. സോ ഇത് കറണ്ട് അഫയേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട് ചോദ്യം വരാവുന്ന ഒരു മേഖലയാണ് കേന്ദ്രമന്ത്രിമാരും വകുപ്പുകളും. നമ്മൾ ഓൾറെഡി നമ്മുടെ കേരള സർക്കാർ, കേരള ഗവൺമെന്റിലെ പ്രധാനപ്പെട്ട മന്ത്രിമാരും വകുപ്പുകളും നമ്മൾ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ആ ക്ലാസ് കാണാത്തവർ കാണുക. കറണ്ട് അഫയേഴ്സിൽ ചോദ്യം വരാവുന്ന പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അതുപോലെ വരുന്നതാണ് കേന്ദ്രമന്ത്രിമാരുടെ. സോ ഇപ്പൊ ഇലക്ഷൻ കഴിഞ്ഞതിനെ തുടർന്ന് ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടതും അതുപോലെ പ്രധാനപ്പെട്ട മന്ത്രിമാരുടെ വകുപ്പുകളും ചോദിക്കാവുന്നതാണ്. ഓക്കെ, സോ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക.
അടുത്തതാണ് മനോഹർ ലാൽ. മനോഹർ ലാൽ ഏതാണ്? ഊർജ വകുപ്പ്. ഓക്കെ, ഊർജ വകുപ്പാണ് മനോഹർ ലാലിൻ്റെത്. അടുത്തത് HD കുമാരസ്വാമി. ഓക്കെ, ഘനവ്യവസായം, ഉരുക്ക്, ഈ രണ്ട് വകുപ്പുകളും കൈകാര്യം ചെയ്യുന്ന ആരാണ്? HD കുമാരസ്വാമിയാണ്. ഓക്കെ, HD കുമാരസ്വാമി ആരാണ്? ഘനവ്യവസായവും ഉരുക്ക് ആ രണ്ട് വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ്. അടുത്തത് പീയൂഷ് ഗോയലാണ്. പീയൂഷ് ഗോയലിന്റെ വകുപ്പ് ഏതാണ്? വാണിജ്യം അതുപോലെ വ്യവസായം. ഓക്കെ, പീയൂഷ് ഗോയലിന്റെ വകുപ്പുകളാണ് വാണിജ്യവും വ്യവസായവും. ഓക്കെ, അടുത്തത് ധർമ്മേന്ദ്ര പ്രധാൻ. ധർമ്മേന്ദ്ര പ്രധാന്റെ വകുപ്പ് ഏതാണ്? വിദ്യാഭ്യാസമാണ്. ഓക്കെ, വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ധർമ്മേന്ദ്ര പ്രധാനാണ്. അതും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു വകുപ്പാണ്. അടുത്തത് ജിതൻ റാം മാഞ്ചി. ചെറുകിട ഇടത്തര സംരംഭം. ഓക്കെ, MSME കുറിച്ച് നമ്മൾ എക്കണോമിക്സിൽ പഠിക്കുന്നതാണ്. സോ MSME വകുപ്പ്, ചെറുകിട ഇടത്തര സംരംഭങ്ങളുടെ വകുപ്പ്, ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ജിതൻ റാം മാഞ്ചിയാണ്. ഓക്കെ, അടുത്തത് രാജീവ് രഞ്ജൻ സിംഗ്. ഓക്കെ, രാജീവ് രഞ്ജൻ സിംഗ് ഏതാണ്? പഞ്ചായത്ത് രാജ്, ഫിഷറീസ്, മൃഗപരിപാലനം, ക്ഷീരോത്പാദനം. ഓക്കെ, പഞ്ചായത്ത് രാജ് അതുപോലെ ഫിഷറീസ്, മൃഗപരിപാലനം, ക്ഷീരോത്പാദനം, ഈ വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളാണ് രാജീവ് രഞ്ജൻ സിംഗ്. ഓക്കെ, അതും ഓർത്തു വെക്കുക. അടുത്തത് സർബാനന്ദ സനോവർ. ഓക്കെ, സർബാനന്ദ സനോവാൾ ഏതാണ് വകുപ്പ്? തുറമുഖം, ഷിപ്പിംഗ്, ജലഗതാഗതം. ഓക്കെ, വാട്ടർ ട്രാൻസ്പോർട്ടേഷൻസ് ഒക്കെയാണ് തുറമുഖം അതുപോലെ ഷിപ്പിങ്ങും ജലഗതാഗതമൊക്കെ കൈകാര്യം ചെയ്യുന്ന ആളാണ് സർബാനന്ദ സനോവാൾ. അടുത്തത് ഡോക്ടർ വീരേന്ദ്രകുമാർ ആണ്, സാമൂഹ്യ നീതി വകുപ്പ്. ഓക്കെ, സാമൂഹ്യ നീതി വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? ഡോക്ടർ വീരേന്ദ്രകുമാർ ആണ്. അതും പ്രധാനപ്പെട്ട ഒരു വകുപ്പാണ്. ലാസ്റ്റ് വരുന്നത് റാം മോഹൻ നായിഡു. റാം മോഹൻ നായിഡു എന്ന് പറയുന്നത് നമ്മുടെ ഈ മോദി 3.0 ഗവൺമെന്റിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ്. ഓക്കെ, ഏറ്റവും പ്രായം കുറഞ്ഞ ക്യാബിനറ്റ് മിനിസ്റ്റർ ആണ് റാം മോഹൻ നായിഡു. സോ അദ്ദേഹത്തിന്റെ വകുപ്പ് ഓർത്തു വെക്കുക. വ്യോമയാനമാണ്. ഓക്കെ, വ്യോമയാന വകുപ്പാണ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത്. ഓക്കെ, അടുത്തത് അശ്വിനി വൈഷ്ണവ്. അശ്വിനി വൈഷ്ണവിന്റെ വകുപ്പ് ഏതൊക്കെയാണ്? റെയിൽവേ, വാർത്താ വിതരണം, ഇലക്ട്രോണിക്സ്, IT. ഓക്കെ, നമ്മുടെ IT ആൻഡ് കമ്മ്യൂണിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പുകളാണ് അശ്വിനി വൈഷ്ണവ് കൈകാര്യം ചെയ്യുന്നത്. റെയിൽവേ ഉണ്ട്, വാർത്താ വിതരണം ഉണ്ട്, ഇലക്ട്രോണിക്സ് ഉണ്ട്, IT വകുപ്പും ഉണ്ട്. ഓക്കെ, അടുത്തത് ജ്യോതിരാദിത്യ സിന്ധ്യ. ജ്യോതിരാദിത്യ സിന്ധ്യ ഏത് വകുപ്പാണ്? കമ്മ്യൂണിക്കേഷൻ അതുപോലെ തന്നെ വടക്ക് കിഴക്കൻ മേഖലയുടെ വികസനം. ഓക്കെ, നോർത്ത് ഈസ്റ്റ് മേഖലയുടെ വികസനവും കമ്മ്യൂണിക്കേഷനും ആണ് ഇദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട വകുപ്പുകൾ എന്ന് ഓർത്തു വെക്കുക. അടുത്തത് ഭൂപേന്ദ്ര യാദവ്. ഭൂപേന്ദ്ര യാദവിന്റെ വകുപ്പ് ഏതാണ്? പരിസ്ഥിതി, വനം, കാലാവസ്ഥ വ്യതിയാനം, എൻവയോൺമെന്റുമായിട്ട് ബന്ധപ്പെട്ടത്. പരിസ്ഥിതി, വനം, കാലാവസ്ഥ വ്യതിയാനം, ഇതെല്ലാം ഭൂപേന്ദ്ര യാദവിന്റെ വകുപ്പുകളാണെന്ന് ഓർത്തു വെക്കുക. അടുത്തത് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്ത്. ഓക്കെ, ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തിന്റെ വകുപ്പുകൾ ഏതൊക്കെയാണ്? സാംസ്കാരിക ടൂറിസം. ഓക്കെ, ടൂറിസം വകുപ്പാണ്, സാംസ്കാരിക ടൂറിസം ആണ് ഗജേന്ദ്ര സിംഗ് ഷെഖാവത്തിന്റെ വകുപ്പെന്ന് ഓർത്തു വെക്കുക. ഓക്കെ, അടുത്തത് അന്നപൂർണ ദേവി. അന്നപൂർണ ദേവി സ്മൃതി ഇറാനിക്ക് പകരക്കാരിയായിട്ട് വന്നതെന്നാണ് ഇപ്പൊ പറയപ്പെടുന്നത്. സോ അന്നപൂർണ ദേവി വനിതാ ശിശു വികസന വകുപ്പാണ്. ഓക്കെ, വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രിയാണ് അന്നപൂർണ ദേവി. ഓക്കെ, സോ നമ്മുടെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിൽ 2 വനിതകളുണ്ട്. ഒന്ന് നമുക്കറിയാം, നിർമ്മല സീതാരാമൻ. അതുകൂടാതെ വരുന്നതാണ് അന്നപൂർണ ദേവി. സോ വകുപ്പ് ഏതാണ്? വനിതാ ശിശു വികസന വകുപ്പാണെന്ന് ഓർത്തു വെക്കുക. അടുത്ത ആരാണ്? കിരൺ റിജിജു. കിരൺ റിജിജുയുടെ വകുപ്പ് ഏതാണ്? പാർലമെന്ററി കാര്യം അതുപോലെ ന്യൂനപക്ഷവും പാർലമെന്ററി കാര്യമാണ് കിരൺ റിജിജുവിന്റെ. ഓക്കെ, അടുത്തത് ഹർദീപ് സിംഗ് പുരി. ഹർദീപ് സിംഗ് പുരിയുടെ വകുപ്പ് ഏതാണ്? പെട്രോളിയം, പ്രകൃതിവാതകം. ഓക്കെ, സോ ഈ ഒരു വകുപ്പിലെ സഹമന്ത്രിയായിട്ടാണ് സുരേഷ് ഗോപി വന്നിരിക്കുന്നത്. പെട്രോളിയം, പ്രകൃതിവാതകം. ഓക്കെ, ആരുടെയാണ്? ഹർദീപ് സിംഗ് പുരി. ഓക്കെ, അദ്ദേഹമാണ് ഈ ഒരു വകുപ്പിലെ ക്യാബിനറ്റ് മന്ത്രി. ഓക്കെ, അടുത്തത് ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യ. ഓക്കെ, മൻസുഖ് മാണ്ഡവ്യയുടെ വകുപ്പ് ഏതാണ്? തൊഴിൽ, യുവജനകാര്യം, കായികം. ഓക്കെ, തൊഴിലുണ്ട്, യുവജനകാര്യമുണ്ട്, കായിക വകുപ്പും ഡോക്ടർ മൻസുഖ് മാണ്ഡവ്യയാണ്. അടുത്തത് ജിജി കിഷൻ റെഡ്ഡി. ജിജി കിഷൻ റെഡ്ഡിയുടെ വകുപ്പ് ഏതാണ്? കൽക്കരി ഖനി. ഓക്കെ, കൽക്കരി ഖനി വകുപ്പാണ് ജിജി കിഷൻ റെഡ്ഡിയുടേത്. അടുത്തത് ആരാണ്? ചിരാഗ് പസ്വാൻ. ചിരാഗ് പസ്വാന്റെ ഏതാണ്? ഭക്ഷ്യ സംസ്കരണം. ഓക്കെ, ഭക്ഷ്യ സംസ്കരണ വകുപ്പാണ് ചിരാഗ് പസ്വാന്റെ വരുന്നത്.
പിന്നെ വരുന്ന ആരാണ്? CR പാട്ടീൽ. CR പാട്ടീലിന്റെ വകുപ്പ് ഏതാണ്? ജലശക്തി വകുപ്പാണ്. ജലശക്തി വകുപ്പിലാണ് അവസാനത്തെ ക്യാബിനറ്റ് മിനിസ്റ്റർ ആയിട്ടുള്ള CR പാട്ടീൽ വരുന്നത്. സോ ഇത്രയും പേരാണ് ക്യാബിനറ്റ് മന്ത്രിമാര്. ഇനി നമുക്ക് നോക്കാനുള്ളത് ഇൻഡിപെൻഡന്റ് ചാർജസ് ഉള്ള സഹമന്ത്രിമാർ ആരൊക്കെയെന്നാണ്. ഓക്കെ, സോ നോക്കാം. സോ പ്രധാനപ്പെട്ട 31 പേരുണ്ട് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ്, നമ്മുടെ നരേന്ദ്രമോദി ഉൾപ്പെടെ. സോ അവരെല്ലാരെയും കുറിച്ച് നോക്കാം. അവരുടെ പ്രധാനപ്പെട്ട വകുപ്പുകൾ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വകുപ്പുകൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ബാക്കിയുള്ളതൊക്കെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ നമുക്ക് ഓപ്ഷനിൽ നിന്ന് അതൊന്ന് മനസ്സിലാക്കി എടുക്കാൻ പറ്റുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. ഓക്കെ, ഇനി അടുത്താണ് സ്വതന്ത്ര ചുമതല, ഇൻഡിപെൻഡന്റ് ചാർജസ്. ആർക്കൊക്കെയാണ്? ആദ്യത്തേത് റാവു ഇന്ദർജിത് സിംഗ്. ഓക്കെ, റാവു ഇന്ദർജിത് സിംഗിന്റെ ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെന്റേഷൻ, ആസൂത്രണം, സാംസ്കാരികം. ഈ വകുപ്പുകളൊക്കെ വരുന്നത് റാവു ഇന്ദർജിത് സിംഗിന്റെ ആണ്. ഓക്കെ, അതുപോലെ ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ഉണ്ട്. ഡോക്ടർ ജിതേന്ദ്ര സിംഗ്, പേരിൽ ഡോക്ടർ ഉള്ളതുകൊണ്ട് തന്നെ കണക്ട് ചെയ്ത് ഓർത്ത് വെക്കുക. ശാസ്ത്രമുണ്ട്, സാങ്കേതിക വിദ്യ ഉണ്ട്. ഓക്കെ, സയൻസ്, IT ഉണ്ട്, സാങ്കേതിക വിദ്യ. പിന്നെ എന്താണ്? ഭൗമശാസ്ത്രം, പ്രധാനമന്ത്രിയുടെ ഓഫീസ്, പേഴ്സണൽ പരാതി പരിഹാരം, പെൻഷൻ, ആണവോർജം, ബഹിരാകാശം. ഈ വകുപ്പുകളുടെ ഇൻഡിപെൻഡന്റ് ചാർജസ് ഉള്ളത് ആർക്കാണ്? ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ആണ്. സോ ഇതിൽ ഈ ഒരു വകുപ്പിന്റെ ക്യാബിനറ്റ് പദവി ആർക്കാണ്? അല്ലെങ്കിൽ ക്യാബിനറ്റ് മിനിസ്റ്ററിൽ ഈ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന ആരാണ്? പെൻഷനും ഈ പറയുന്ന ആണവോർജം ഒക്കെ അത് നരേന്ദ്രമോദിയാണ്. സോ ഇൻഡിപെൻഡന്റ് ചാർജസിൽ വരുമ്പം ഡോക്ടർ ജിതേന്ദ്ര സിംഗ് ആണ് ഈ ഒരു വകുപ്പുകളൊക്കെ കൈകാര്യം ചെയ്യുന്നത്. അടുത്തത് അർജുൻ റാം മേഘ്വാൾ. അർജുൻ റാം മേഘ്വാളിന്റെ വകുപ്പുകൾ ഏതൊക്കെയാണ്? നിയമം, നീതിന്യായം, പാർലമെന്ററി കാര്യം. നിയമം, നീതിന്യായം, പാർലമെന്ററി കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നത് അർജുൻ റാം മേഘ്വാൾ ആണ്. ഓക്കെ, സോ ഇവരുടെ പേരും പ്രധാനപ്പെട്ട വകുപ്പുകളും ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. കൂടുതൽ ഡീറ്റെയിൽസ് ഒന്നും നോക്കണ്ട, കാരണം ചോദ്യങ്ങൾ കൂടുതൽ വരാൻ പോകുന്ന ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിൽ നിന്നായിരിക്കും. ഓക്കെ, അടുത്തതാണ് പ്രതാപ് റാവു ജാദവ്. പ്രതാപ് റാവു ജാദവിന്റെ ഏതാണ്? ആയുഷ്, ആരോഗ്യം, അതുപോലെ കുടുംബക്ഷേമം. ഈ 2 വകുപ്പുകളും കൈകാര്യം ചെയ്യുന്നത് പ്രതാപ് റാവു ജാദവ് ആണ്. പിന്നെ വരുന്ന ആരാണ്? ജയന്ത് ചൗധരി. ജയന്ത് ചൗധരി ഏതാണ്? നൈപുണ്യ വികസനവും സംരംഭകത്വവും വിദ്യാഭ്യാസം. ഇതൊക്കെയാണ് ഈ പറയുന്ന ജയന്ത് ചൗധരിയുടെ വകുപ്പുകൾ. ഓക്കെ, സോ ഇത്രയും പേരുടെ കാര്യങ്ങളാണ് നമുക്ക് ഇൻഡിപെൻഡന്റ് ചാർജസിൽ പഠിക്കാനുള്ളത്. അടുത്തത് ഏതാണ്? അടുത്തത് സഹമന്ത്രിമാരാണ്. ഓക്കെ, ഈ ഒരു കാറ്റഗറിയിലാണ് സുരേഷ് ഗോപി ഉൾപ്പെടുന്നത് എന്ന് ഓർത്ത് വെക്കുക. സോ ആദ്യം ഉള്ളത് ആരാണ്? ജിതിൻ പ്രസാദ്. ജിതിൻ പ്രസാദിന്റെ മേഖല ഏതാണ്? അല്ലെങ്കിൽ വകുപ്പ് ഏതാണ്? വാണിജ്യം, വ്യവസായം, ഇലക്ട്രോണിക്സ്, IT. ഓക്കെ, ഈ വകുപ്പുകളുടെ സഹമന്ത്രിയാണ് ജിതിൻ പ്രസാദ് എന്ന് പറയുന്നത്. അടുത്തത് ആരാണ്? ശ്രീപദ് യേശോ നായിക്. ശ്രീപദ് യേശോ നായികിന്റെ ഏതാണ്? ഊർജം, പുനഃസൃഷ്ടിക്കാവുന്ന ഊർജം. ഓക്കെ, എനർജിയും റിന്യൂവബിൾ എനർജിയൊക്കെയാണ് അദ്ദേഹത്തിന്റെ വകുപ്പ്. പിന്നെ വരുന്ന ആരാണ്? പങ്കജ് ചൗധരി. പങ്കജ് ചൗധരി ഏതാണ്? ധനകാര്യമാണ്. ഓക്കെ, പങ്കജ് ചൗധരിയുടെ വരുന്നത് ധനകാര്യമാണ്. പിന്നെ കൃഷൻ പാൽ ഗുജ്ജൻ. ഓക്കെ, കൃഷൻ പാൽ ഗുജ്ജറിന്റെ ഏതാണ്? കൃഷൻ പാൽ ഗുജ്ജറിന്റെ വരുന്നത് സഹകരണമാണ്. ഓക്കെ, സഹകരണ വകുപ്പാണ്. അടുത്തത് രാംദാസ് അഠാവലെ. സാമൂഹ്യ നീതി വകുപ്പാണ് രാംദാസ് അഠാവലെ. രാംനാഥ് ഠാക്കൂർ ഏതാണ്? കൃഷിയും കർഷക ക്ഷേമവും. നിത്യാനന്ദ റായ് ആഭ്യന്തരമാണ്. പിന്നെ വരുന്നത് അനുപ്രിയ പട്ടേൽ, ആരോഗ്യം, കുടുംബക്ഷേമം, രാസവളം. ഈ വകുപ്പുകളൊക്കെയാണ് അനുപ്രിയ പട്ടേൽ. ഓക്കെ, സോ ഇവരുടെ വകുപ്പുകൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. പിന്നെ വരുന്ന ആരാണ്? വി സോമണ്ണ. ജലശക്തി, റെയിൽവേ വകുപ്പുകളിൽ വരുന്നതാണ് വി സോമണ്ണ. ഡോക്ടർ ചന്ദ്രശേഖർ പെമ്മസാനി ആരാണ്? ഗ്രാമവികസനം, അതുപോലെ കമ്മ്യൂണിക്കേഷൻ വകുപ്പിലെ സഹമന്ത്രിയാണ്. പിന്നെ വരുന്നത് പ്രൊഫസർ SP സിംഗ് ബഖേൽ, ഫിഷറീസ്, മൃഗപരിപാലനം, ക്ഷീരോൽപ്പന്നം, അതുപോലെ പഞ്ചായത്ത് രാജ്. ഓക്കെ, ശോഭ കരന്തലജെ വരുന്നത് MSME. ഓക്കെ, MSME വകുപ്പ്, തൊഴിൽ വകുപ്പൊക്കെയാണ്. നമുക്ക് പഠിക്കാനുള്ള പ്രധാനപ്പെട്ട വ്യക്തി സുരേഷ് ഗോപിയാണ്. അദ്ദേഹത്തിന്റെ വകുപ്പുകൾ ചോദിക്കാവുന്നതാണ്. അദ്ദേഹം പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം, ഈ 3 വകുപ്പുകളിലെ സഹമന്ത്രിയാണ് സുരേഷ് ഗോപി. ഓർത്ത് വെക്കുക, പെട്രോളിയം, പ്രകൃതിവാതകം, ടൂറിസം വകുപ്പിലെ സഹമന്ത്രിയാണ് സുരേഷ് ഗോപി എന്ന് ഓർത്ത് വെക്കുക. മറ്റുള്ളവർ ആരൊക്കെയാണ്? പിന്നെ BL വർമ്മയെ ഓർത്ത് വെക്കുക. BL വർമ്മ ഉപഭോക്തൃകാര്യം, ഭക്ഷ്യം, പൊതുവിതരണം, സാമൂഹ്യ നീതി. ഓക്കെ, ഏതൊക്കെയാണ്? ഉപഭോക്തൃകാര്യം, ഭക്ഷ്യം, പൊതുവിതരണം, സാമൂഹിക നീതി. ഈ 2 സഹമന്ത്രിമാരാണ് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കേണ്ടത്. ബാക്കിയുള്ളവരെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. കീർത്തിവർദ്ധൻ സിംഗ്. കീർത്തിവർദ്ധൻ സിംഗ് ഏതാണ്? പരിസ്ഥിതി, വനം, കാലാവസ്ഥാ വ്യതിയാനം, വിദേശകാര്യം. ഓക്കെ, സോ ആ വകുപ്പുകളൊക്കെയാണ് കീർത്തിവർദ്ധൻ സിംഗ്.
ശാന്തനു ഠാക്കൂർ തുറമുഖം, ഷിപ്പിംഗ്, ജലഗതാഗതം. സോ സഹമന്ത്രിമാരിൽ രണ്ടുപേരെയും ക്യാബിനറ്റ് മന്ത്രിമാരെ കുറിച്ചാണ് നമ്മൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കേണ്ടത്. ബാക്കിയുള്ളവരെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞു വെച്ചാൽ മതി. ഓക്കെ. അടുത്തത് ഡോക്ടർ എൽ മുരുകൻ, വാർത്താ വിതരണം, പാർലമെന്ററി കാര്യം. പിന്നെ വരുന്നത് അജയ് ടംട, അദ്ദേഹം ഏതാണ്? റോഡ് ഗതാഗതം, ഹൈവേ ആണ്. ഓക്കെ. പിന്നെ വരുന്നത് ബണ്ടി സഞ്ജയ് കുമാർ, ആഭ്യന്തരം. കമലേഷ് പസ്വാൻ, ഗ്രാമവികസനം. ഭഗീരഥ് ചൗധരി, കൃഷി കർഷക ക്ഷേമം. സതീഷ് ചന്ദ്ര ദുബെ, കൽക്കരി ഖനി. സഞ്ജയ് സേർ, പ്രതിരോധം. രവനീത് സിംഗ് ബിട്ടു, ഭക്ഷ്യ സംസ്കരണവും റെയിൽവേ വകുപ്പുമാണ്. ഓക്കെ. ദുർഗാദാസ് ഓയ്ക്കെ, പട്ടികവർഗം. രക്ഷാ നിഖിൽ ഖഡ്സെ, യുവജനകാര്യം, കായികം ഉണ്ട്. സുകാന്ത മജുംദാർ, വിദ്യാഭ്യാസം, വടക്കു കിഴക്കൻ മേഖലയുടെ വികസനം. സാവിത്രി ഠാക്കൂർ, വനിതാ ശിശു വികസനം. ഓക്കെ. പിന്നെ വരുന്നത് തോഖാൻ സാഹു, ഹൗസിംഗ്, നഗരകാര്യം. ഡോക്ടർ രാജ് ഭൂഷൺ ചൗധരി വരുന്നത് ജലശക്തി. ഭൂപതി രാജു ശ്രീനിവാസ വർമ്മ, ഖന വ്യവസായം, അതുപോലെ ഉരുക്ക് വകുപ്പ്. ഹർഷ് മൽഹോത്ര ഏതാണ്? കോർപ്പറേറ്റ് കാര്യം, റോഡ് ഗതാഗതം, പിന്നെ ഹൈവേ വകുപ്പുകളാണ്. പിന്നെ വരുന്നവരാണ് നിമുബെൻ ബാംബനിയ, ഉപഭോക്തൃകാര്യം, ഭക്ഷ്യം, പൊതുവിതരണം. ഓക്കെ. മുരളീധർ മോഹോൽ ഏതാണ്? സഹകരണം, വ്യോമയാനം. ജോർജ് കുര്യൻ ന്യൂനപക്ഷം, ഫിഷറീസ്, അതുപോലെ മൃഗപരിപാലനം, ക്ഷീരോൽപ്പന്നം. ഓക്കെ, അതും ഓർത്തു വെക്കുക. പിന്നെ വരുന്ന ഏതാണ്? പവിത്ര മാർഗരിത. സോ അതേതാണ്? വിദേശകാര്യം, ടെക്സ്റ്റൈൽസും. സോ ഇത്രയും പേരെയാണ് നമുക്ക് ഈ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ള. പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് ഓർത്തു വെക്കേണ്ട ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആണ്. ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വകുപ്പുകളുള്ള മന്ത്രിമാർ ആരൊക്കെയാണെന്ന് നോക്കി വെക്കാം. പിന്നെ സഹമന്ത്രിമാരിൽ നമുക്ക് സുരേഷ് ഗോപിയെ കുറിച്ചും പ്രധാനപ്പെട്ട 2-3 പേരെ മാത്രം പഠിച്ചു വെക്കുക. ബാക്കിയുള്ള ജസ്റ്റ് അറിഞ്ഞു വെച്ചാൽ മതി. ഓപ്ഷനിൽ നമുക്ക് ചോദ്യം വരികയാണെങ്കിൽ ഓപ്ഷൻ നമുക്ക് ആൻസർ ചെയ്യുന്നത്. സഹമന്ത്രിമാരെക്കാളും ഇമ്പോർട്ടന്റ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആണ്. ഓക്കെ. സോ കേന്ദ്രമന്ത്രിമാരെ അവരുടെ പ്രധാനപ്പെട്ട വകുപ്പുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത. ക്ലാസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക. നമ്മുടെ ഈ ഒരു കണ്ടന്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് ഷെയർ ചെയ്യുക. സോ താങ്ക് യു.